വെള്ളാപ്പള്ളിക്ക് പത്രസമ്മേളനത്തിലാണ് മറുപടി. ഇല്ല മറുപടിയില്ല. വെള്ളാപ്പള്ളിക്ക് മറുപടി ഇല്ല. അങ്ങനെയല്ല പറഞ്ഞത്. ഇത് പത്രസമ്മേളനം. എന്തിനാണ് വെറുതെ? ഞങ്ങളെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളായി നിശ്ചയിച്ചതിനെ തുടർന്ന് നാളെ രാവിലെ AICC നേതൃത്വത്തിൻ്റെയും കേരളത്തിലെ കോൺഗ്രസിൻ്റെ സമുന്നത നേതൃത്വത്തിൻ്റെയും സാന്നിധ്യത്തിൽ ഞങ്ങൾ നാളെ ചുമതലയേറ്റെടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ തൃശ്ശൂരിൽ ബഹുമാനായ മുൻ മുഖ്യമന്ത്രി K. കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിലും പിന്നീട് ഉച്ചയോടുകൂടി പുതുപ്പള്ളിയിൽ ജനകീയനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ ശവകുടീരത്തിലും ഞങ്ങൾ പുഷ്പാർച്ചന നടത്തി അനുഗ്രഹം തേടി. ഇവിടെ ഇപ്പോൾ കേരളത്തിൻ്റെ പ്രിയങ്കരനും ബഹുമാന്യനുമായിരുന്ന മുൻ മുഖ്യമന്ത്രി R. ശങ്കർ അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഈ മൺമറഞ്ഞുപോയ നേതാക്കന്മാരെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദർശ ലക്ഷ്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഭരണരംഗത്ത് മികവ് തെളിയിച്ച കേരളത്തിൻ്റെ വികസനത്തിന് അടിത്തറ പാകിയ കോൺഗ്രസ് നേതാക്കന്മാരാണ്. ഒരേ സമയത്ത് ഭരണത്തിലെ നേതൃത്വ പങ്കാളിത്തവും അതേപോലെ തന്നെ പാർട്ടിയുടെ ശാക്തീകരണത്തിനും പ്രവർത്തിച്ച ആ മഹാരഥന്മാരുടെ ഓർമ്മകൾ ഞങ്ങൾക്ക് കരുത്തു പകരും. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഊർജ്ജസ്വലമായ മുന്നേറ്റത്തിന് അത് പ്രചോദനം നൽകും എന്ന പൂർണ്ണ വിശ്വാസത്തിൽ ഞങ്ങളുടെ ചുമതല ഏറ്റെടുക്കുമ്പോൾ അവരുടെ എല്ലാം ആവേശകരമായ ഓർമ്മകൾക്ക് മുമ്പിൽ ഞങ്ങൾ പ്രണമിക്കുന്നു. അത് ഞങ്ങളെ കൂടുതൽ കരുത്തുറ്റതാക്കും എന്ന പൂർണ്ണ വിശ്വാസമുണ്ട്. R. ശങ്കർ അത്തരത്തിൽ ഏറെ തലയെടുപ്പുള്ള കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞങ്ങൾ ശിരസ്സ് നമിക്കുന്നു. എല്ലാവരുടെയും സഹകരണം കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ശാക്തീകരണത്തിന്, ജനാധിപത്യ മതേതര ശക്തികളുടെ മുന്നേറ്റത്തിന് എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. വെള്ളാപ്പള്ളിക്ക് പത്രസമ്മേളനത്തിലാണ് മറുപടി ഇല്ല മറുപടിയില്ല. വെള്ളാപ്പള്ളിക്ക് മറുപടി ഇല്ല. അങ്ങനെയല്ല പറഞ്ഞത്. ഇത് പത്രസമ്മേളനം. പത്രസമ്മേളനം. വെള്ളാപ്പള്ളിക്ക് മറുപടി എന്തിനാണ് വെറുതെ?